മഴ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് പഴയ സ്കൂൾ കാലമാണ്. സ്കൂളിൽ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയിൽ ജനാലയുടെ അരികിലിരുന്ന് മഴ ആസ്വദിക്കാൻ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ നന്നായി മഴയൊക്കെ ആസ്വദിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 12 മണി ബെല്ലടിക്കാനായി കാത്തിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ഒക്കെ ചേർത്തിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല നാടൻ മണമുള്ള ചൂട് പൊതിച്ചോറ് കഴിക്കാൻ കൊതി തോന്നിയിട്ടാണ്. എന്നാൽ പിന്നെ ഒരു അടിപൊളി പൊതിച്ചോറ് തയ്യാറാക്കുന്ന കാഴ്ചകളായാലോ നമ്മുടെ ഇന്നത്തെ വ്ളോഗില്. ആ നടുക്കി വെട്ടിടുന്നതിൻ്റെ പ്രധാന കാരണം ആ മസാല ആ ഒരു മീനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആവോലിപ്പാര മീൻ സൈഡ് തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള നന്നായിട്ട് ഇളക്കിയ മുട്ട അതിലൊഴിച്ചു. അപ്പോൾ നല്ല ചൂട് കപ്പയും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും മാങ്ങാപ്പെരട്ടും നാരങ്ങ അച്ചാറും ചമ്മന്തിയും കുശാലായി ഉഷാറായി. ഇനി വേറെ എന്ത് വേണം അല്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിൽ അറിയിക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രന്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയിട്ട് സാധാരണ നമ്മൾ രുചിയാത്രയിലല്ലേ പോവാറ്. ഇന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു പൊതിച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കിംഗ് വ്ളോഗാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ. മോൻ ഭയങ്കര ആണ്, ഭയങ്കര കുറുമ്പനാണ്. ആളിനെ മനസ്സിലായോ ആരാണെന്ന്? ഇത് എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടി റീമൂസിന്റെ മോനാണ്. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന എന്താണ്? നമ്മുടെ സ്കൂൾ കാലമാണ്. അതായത് സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ഉച്ച സമയത്ത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു പൊതിച്ചോറ് കഴിക്കാനായിട്ട് നമ്മൾ കൊതിച്ചിരിക്കും അല്ലേ? അപ്പൊ ആ തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു പൊതിച്ചോറാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഇനിയുള്ള എൻ്റെ തുടർന്ന് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോനൊരായി പറയുന്നു എല്ലാവർക്കും. ഹായ് പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പൊതിച്ചോറിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാനായിട്ട്, അതായത് വറുക്കാൻ വേണ്ടിയിട്ട് ആവോലിപ്പാര മീനാണ് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആവോലിപ്പാര മീൻ ഇപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് സ്ലിറ്റൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആവോലിപ്പാര മീൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യാനുസരണം എടുത്താൽ മതി. പിന്നെ അത്യാവശ്യം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തു. പിന്നെ അതിലേക്ക് അത്യാവശ്യം കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ, കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ? അപ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അരപ്പിനകത്ത് അരച്ച് കിട്ടുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇതിലേക്ക് അത്യാവശ്യം കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇനി അപ്പോൾ നമുക്ക് അതിലേക്ക് മീനിടാം. ഇനി ഞാൻ മീനിൻ്റെ പുറത്ത് ചുറ്റും നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. അത് ആ തേക്കുന്ന കാണാൻ തന്നെ എന്തൊരു പ്രത്യേക ഭംഗിയാണല്ലേ? ആ നടുക്കി വെട്ടിടുന്നതിൻ്റെ പ്രധാന കാരണം ആ മസാല ആ ഒരു മീനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉള്ളിലൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മീനിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അതാ ഈ വെട്ടുള്ള ആ സ്ഥലത്തൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. എന്നാലേ നമ്മൾ ആ മീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കഴിക്കാനായിട്ട്. ഇപ്പോൾ 2 ആവോലിപ്പാര മീനിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല നന്നായിട്ട് 2 സൈഡിലും പുരട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചൂടെണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ ഇനി ആ ഒരു ചൂടെണ്ണയിൽ ചാടാനായിട്ടാണ് തയ്യാറെടുത്തിരിക്കുന്നത്. ചൂടെണ്ണയിൽ ചാടി കഴിഞ്ഞപ്പോൾ മീൻ ആ മസാലയുടെ ഒക്കെ മണം ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഈ ഒരു ചൂടെണ്ണയിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു മീനൊന്ന് ഫ്രൈ ആയി വരുന്ന കാണാനായിട്ട്
അപ്പോൾ നമ്മുടെ ആവോലി പാരമീൻ സൈഡ് തിരിച്ചിട്ടിരിക്കുകയാണ്. മറ്റേ സൈഡ് കറക്റ്റ് രീതിയിലായി. ഇപ്പോൾ ഈ സൈഡും കൂടെ ഇനി തയ്യാറായി വരണമല്ലോ, അതിന് വേണ്ടി തിരിച്ചിട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് മലയാളികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഐറ്റം അല്ലേ ചീനി. അപ്പോൾ നമുക്ക് ചീനിയൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കി എടുക്കാം. തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പിട്ട ശേഷം കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ നന്നായിട്ട്. ആ ഉപ്പ് ആ ഒരു കപ്പയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തയ്യാറാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ചീനി ഇല്ലേ വേവാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ചീനിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമിയത്, പിന്നെ മഞ്ഞൾ പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ജീരകവും കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരുപാട് ആട്ടാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ചീനി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഇവിടെ തയ്യാറാക്കി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുള്ള ഈ ചീനിയിലേക്ക് ഈ ഒരു അരപ്പ് തയ്യാറാക്കി വെച്ച ഈ മസാല ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എല്ലാ ഫുള്ള് ചീനിയിലും കറക്റ്റായിട്ട് ആ ഒരു മസാല പരുവത്തിന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ താളിപ്പ് നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. കൊച്ചുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കടുകും. കൊച്ചുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ ചേർത്ത് താളിച്ചത് നമ്മൾ ഈ കപ്പയിൽ ഇപ്പം ചേർത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സെറ്റായിട്ടില്ലേ? നേരത്തെ താളിച്ച് ചേർത്തത് കറക്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പൊതിച്ചോറിന് വേണ്ടിയിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതാ ഇവിടെ കല്ലൊക്കെ ചൂടായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള നന്നായിട്ട് ഇളക്കിയ മുട്ട അതിലൊഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നല്ല കളർഫുൾ ആയിട്ടില്ലേ കാണാനായിട്ട്? ഇനി അതിലേക്ക് അത്യാവശ്യം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറിനും വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് തയ്യാറായിട്ടുണ്ട്. മുട്ട പൊരിച്ചതിൻ്റെ അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. മണം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മണം. ഇനിയിപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് തയ്യാറായിട്ട് വേണം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊതിച്ചോറുമായിട്ടൊരു പിടി പിടിച്ച് നോക്കാനായിട്ട്. പിന്നെ അല്ല അല്ലേ? ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമിയാലോ. പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ ചൂടോടുകൂടി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ട് പൊള്ളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് കഴിക്കണ്ടേ, അപ്പോൾ പൊതിയിലോട്ട് പൊതിയണ്ടേ. അപ്പോൾ വാഴയിലയിൽ അപ്പോൾ അത് പൂവെള്ള ചോറാണ് ഇപ്പോൾ നമ്മളിതാ വാഴയിലയിൽ വെച്ചിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ? ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കാലം ഓർമ്മ വരുന്നില്ലേ? ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം. നല്ല പുളിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് റീമയുടെ. അതിന് ഫുള്ള് ക്രെഡിറ്റ് റീമൂസിനാണ്. പിന്നെ അതിലേക്ക് നമുക്കിനി കുറച്ച് ബീട്രൂട്ട് തോരനും കൂടെ ചേർക്കാം. മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു വാഴയിലയുടെ ഒക്കെ ഒരു നാടനായിട്ടുള്ളൊരു മണം ശരിക്കും പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ഐറ്റം ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കപ്പ. അതിലേക്ക് നമുക്ക് ഈ നല്ല കൊതി ഊർന്ന മാങ്ങ പുരട്ടിയതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം ആ ഒരു പൊതിച്ചോറിൻ്റെ കൂടെ. ലുക്കായില്ലേ ഇതും കൂടെ ആയപ്പം? തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അടുത്തതായിട്ട് മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാറും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. എങ്ങനെയുണ്ട്? അസലായില്ല ആ ഒരു കളറൊക്കെ ആയപ്പം? എല്ലാം കൂടെ ആയപ്പോൾ നല്ല കളർഫുൾ ആയിട്ടില്ലേ ഇപ്പം? കുരുമുളക് പൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള മുട്ട പൊരിച്ചതും കൂടെ വെച്ചു. അതിൻ്റെ പുറത്ത് നല്ല ചൂടായിട്ടുള്ള അയിലപ്പാര മീനും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊന്നും അടിപൊളിയായിട്ടില്ലേ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും? നല്ല ലുക്കായിട്ടില്ലേ? ഇപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ട്രൈ ചെയ്യാനായിട്ട്? അപ്പോൾ എന്തായാലും ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതുപോലെ നല്ല വാഴയിലയിൽ പൊള്ളിച്ച് നല്ല മഴയുള്ള ദിവസം, ഇപ്പോൾ വെളിയിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഇതുപോലെ നല്ല മഴയുള്ള ദിവസം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ വിഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒരു പൊതിയായിട്ടൊരു പൊതിച്ചോറാക്കിയിട്ട് എടുക്കാം നമുക്കൊന്ന്. അപ്പോൾ 4 സൈഡിൽ നിന്നും നമ്മൾ ഒരുപോലെ പൊതിഞ്ഞ് വന്നാലേ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നിൽക്കത്തുള്ളൂ പൊതിച്ചോറിൻ്റെ. അതാണ്ട് സംഗതി സെറ്റായി, ഉഷാറായി, കുശാലായി. എന്ത് പറയുന്നു റീമ? നമ്മളിന്ന് പൊളിക്കും. പൊതിച്ചോറ് കഴിച്ച് നമ്മളിന്ന് പൊളിക്കത്തില്ലേ? പിന്നെ അല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പിന്നെ അല്ല, ഫുഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നതാ റീമൂസിനാണ് ക്രെഡിറ്റ്. നല്ല രീതിയിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും ഒന്നും നോക്കാതെ ഒന്നും കെയർ ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കൊതിയാവുന്നുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു പിടി പിടിച്ച് നോക്കിയാലോ? പിന്നെ അല്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പൊതിച്ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഒന്ന് പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എല്ലാം കൂടി. അരവ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണമാണ് ആ ഒരു പൊതിച്ചോറിൽ നിന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാഴയിലയിൽ ആ ഒരു നാടൻ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ടിങ്ങനെ ഫീൽ ആവുന്നുണ്ട്. എന്തായാലും എനിക്ക് കൊതിയായിട്ട് വയ്യ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ മീൻ പൊരിച്ചതും മുട്ടയൊക്കെ ചേർത്തൊരു പിടി പിടിച്ച് നോക്കാം. അപ്പോൾ ഈ തയ്യാറാക്കിയ പൊതിച്ചോറിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? മീൻ പൊരിച്ചത്, മുട്ട പൊരിച്ചത്, പിന്നെ നല്ല പുളിയുടെ ഫ്ലേവറുള്ള ചമ്മന്തി, മാങ്ങാ പെരട്ട്, പിന്നെ നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാറ്, ബീട്രൂട്ട് തോരനും, പിന്നെ മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം ആയിട്ടുള്ള നല്ല ചൂട് സോഫ്റ്റ് കപ്പയും. കൊതിയായിട്ട് വയ്യ, ഞാൻ ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള പൊതിച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പുറത്ത് നന്നായി മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവോലി പാരമീൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. മീൻ പൊരിച്ചതും കപ്പയും നാരങ്ങ അച്ചാറും മാങ്ങാ പെരട്ടും പിന്നെ അതുപോലെ ചമ്മന്തിയുടെ കൂടെ മുട്ട പൊരിച്ചതും ചേർത്ത് ആ തൂവെള്ള ചോറുമായിട്ട് ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും സംഗതി ഉഷാറായി, കുശാലായി. ഇനി എന്ത് വേണം? ശരിക്കും പറഞ്ഞാൽ എരിവും പുളിയും എല്ലാം പാകത്തിന് ചേർന്ന് വന്നുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള രുചികളുടെ ഒരു ആറാട്ടെന്ന് വേണം പറയാനായിട്ട് വായുടെ ഉള്ളിൽ. നല്ല കിഡിലോസ്കി ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഈ ഒരു പൊതിച്ചോറ്. തീർച്ചയായിട്ടും പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ചൂടായിട്ടുള്ള ഇങ്ങനത്തെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പഴയ കാലത്തെയും സ്കൂൾ കാലത്തെയും ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് റീമയുടെ വീട്ടിൽ വന്നിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് വിഭവങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അതായത് ഫോക്കസ് ചെയ്താൽ മനസ്സിലാവും, കപ്പയുണ്ട്, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്, അതിൻ്റെ കൂടെ മാങ്ങാ പെരട്ടുണ്ട്, അതിൻ്റെ കൂടെ നാരങ്ങയുടെ മഞ്ഞ അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എല്ലാം ഒന്നിക്കൊന്നും മെച്ചമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല ടേസ്റ്റ്. ഫുള്ള് ക്രെഡിറ്റ് റീമയ്ക്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓരോ വിഭവങ്ങൾ ചേർത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു ചമ്മന്തി. ഇത്ര രുചിയുള്ളൊരു ചമ്മന്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അത്ര ഉഗ്രനായിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ നല്ല രീതിയിൽ ആ ഒരു പുളിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കപ്പയാണെങ്കിലും സെറ്റ് ഐറ്റമാണ്. എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, അതിൻ്റെ കൂടെ ചൂടായിട്ടുള്ള ഈ വിഭവങ്ങളൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിലിങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം ഹാറ്റ്സ് ഓഫ് കേട്ടോ റീമയ്ക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു പൊതിച്ചോറിൻ്റെ വ്ളോഗ്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇന്ന് ചെയ്ത പോലെ ഞാനും റീമയും ചേർന്ന് ചെയ്ത ആ ഒരു പൊതിച്ചോറ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പഴയ ഓർമ്മകൾ കാണുമല്ലോ സ്കൂളിലൊക്കെ പഠിച്ച പൊതിച്ചോറിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓർമ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻസിൽ വന്നിട്ട് അതിൻ്റെ ഓർമ്മയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. Stay tuned for more.